ഭാരതീയർക്കുള്ള കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2020 മുതൽ യാത്ര നിർത്തിവെച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ബീജിംഗിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഭാരതീയർക്കായുള്ള കൈലാസ് മാനസരോവർ യാത്രയാണ് പുനരാരംഭിക്കുക. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനമുണ്ടാകുന്നത്. എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് 2020 മുതൽ നിർത്തിവെച്ച കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. മാത്രമല്ല, ഡൽഹിയിൽ നിന്നും ബീജിംഗിലേക്കും അതേപോലെ തന്നെ ബീജിംഗിൽ നിന്നും ഡൽഹിയിലേക്കും നേരിട്ടുള്ള വിമാന സർവീസ് വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം തത്വത്തിലായിരിക്കുകയാണ്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ച് 2 ദിവസത്തെ സന്ദർശനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈന സന്ദർശിച്ചിരുന്നു. അതായത് ഇന്നലെയും ഇന്നും അദ്ദേഹം ചൈനയിലുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചകളിലാണ് ഇപ്പോൾ ഈ കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. 2020 ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് കൈലാസ മാനസരോവർ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തരവ് ചൈനീസ് സർക്കാർ ഇറക്കുന്നത്. 2020 ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ കിഴക്കൻ ലഡാക്കിലെ LACയിൽ ചൈന വൻതോതിൽ സൈനികരെ വിന്യസിച്ചിരുന്നു. തുടർന്ന് ഈ ഭാരതത്തിന്റെ സൈന്യവും ചൈനയുടെ സൈനികരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റങ്ങളും ഉന്തുന്തലും ചെറിയ സംഘർഷങ്ങളിലേക്ക് പോലും അത് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് ഈ അതിർത്തി വഴിയുള്ള ചരക്ക് നീക്കം നിലയ്ക്കുകയും ഈ കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അറുതി വരുത്തുകയും അല്ലെങ്കിൽ അതിനെ തടയിടുകയും ചൈനീസ് സർക്കാർ ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഭാരതം തീരുമാനിച്ചിരുന്നു. ഏറെ നാളായി മുടങ്ങിക്കിടന്നിരുന്ന ലഡാക്കിലെ LACയിലേക്ക് ചൈന അതിർത്തിയിലേക്ക് ഭാരതത്തിന്റെ സൈന്യം പട്രോളിംഗ് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അങ്ങനെ പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ പല വിഷയങ്ങളിലും ധാരണയിലായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് വിക്രം മിശ്രി ഈ 2 ദിവസം ഇന്നലെയും ഇന്നും ചൈനീസ് സന്ദർശനം നടത്തിയത്. തുടർന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ മാനസരോവർ യാത്ര കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടാകുകയും അതേപോലെ തന്നെ ഡയറക്റ്റ് വിമാന സർവീസ് വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ടിയും നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.